ക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലെ ജനങ്ങൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. ആളുകളുമായി അധികം ബന്ധമില്ലാത്ത അഫാൻ ശാന്തശീലക്കാരനാണെന്നാണ് അയൽക്കാർ പറയുന്നത്. ഒപ്പം കൊണ്ടു നടന്നിരുന്ന കുഞ്ഞനുജനെ കൂടി നിഷ്ഠൂരം കൊന്നു തള്ളിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. നാട്ടുകാർക്ക് മാന്യനായ ചെറുപ്പക്കാരനായിരുന്നു ഇന്നലെ വരെ അഫാൻ. ഒരുവിധ പരാതികളും അവർക്ക് അഫാനെ കുറിച്ചുണ്ടായിരുന്നില്ല. അവനും പാവമാണ്, അവനും ഇങ്ങനെ ചെയ്യൂ, അവനും പാവമാണ്. നമ്മൾ കാണാൻ തുടങ്ങിയപ്പോഴോട്ട് നല്ലൊരു പയ്യനാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തിടെയായി അഫാന് ദൂർത്തുള്ള ജീവിതമായിരുന്നുവെന്ന് ചില സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1.5 ലക്ഷം രൂപയുടെ ബൈക്ക് വരെ വാങ്ങി. ഹൃദയത്തിൽ കൊണ്ടു നടന്ന അനുജനെയാണ് അഫാൻ കൊന്നു തള്ളിയത്. സഹോദരനെ എല്ലായിടത്തും കൊണ്ടുപോകുമായിരുന്നു. ഞങ്ങളെല്ലാം പകച്ചിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രതീക്ഷയില്ല. കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറയുമ്പോൾ ഏത് മാനസികാവസ്ഥയിലായിരിക്കും അവൻ അത് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യമാണ്. ഏറ്റവും കൊണ്ടുനടന്ന അനുജൻ എപ്പോഴും കൂടെ അത് ഞങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും ബുള്ളറ്റിലൊക്കെ കൊണ്ടുവന്ന് കാണാറുണ്ട്. ഈ റോഡ് ഇറങ്ങി വരുന്നതൊക്കെ ഞങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഫർസാനയുമായുള്ള ബന്ധം തുടങ്ങിയിട്ട് ചുരുങ്ങിയ കാലം മാത്രം. ഇരു വീട്ടുകാർക്കും അറിയാമായിരുന്നു. വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകളും നടന്നിട്ടുണ്ടെന്നാണ് വിവരം. സംഭവ ദിവസം ഫർസാനയെ അഫാൻ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നതും നാട്ടുകാർ കണ്ടിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.